അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 111 ആയത്തിൻ്റെ അർത്ഥവും ഈ ആയത്തിൻ്റെ ആശയവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. യഹൂദികളോ നസ്വാറാക്കളോ ആയവരല്ലാതെ ആരും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ജൂത നസ്വാറാക്കളുടെ പിഴച്ച വാദങ്ങളും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത്. അവിടെ ഈ ആയത്തിൽ വളരെ ശക്തമായ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ വേദക്കാർ പറയുന്ന പിഴച്ച വാദങ്ങൾ അത് ശരിയാണ് എന്ന് നിങ്ങൾ വാദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുള്ള രേഖ കൊണ്ടുവരികയാണ്, അതിനുള്ള പ്രമാണം നിങ്ങൾ കൊണ്ടുവരണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാർ അവർ ആരും അള്ളാഹുവിന് ഒരു സന്താനമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ല. അവരാരും അള്ളാഹുവിന് ഒരു സമക്കാരുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് പുറമെ മറ്റു സൃഷ്ടികളെ ആരാധിക്കാൻ അവരാരും പഠിപ്പിച്ചിട്ടില്ല. സൂറത്ത് ബഖറയിലെ 133 ആയത്തിൽ കാണാം നമുക്ക്, എനിക്ക് ശേഷം ആരെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം മരണമാസന്നമായ സന്ദർഭത്തിൽ തൻ്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, താങ്കളുടെ ആരാധ്യനായ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ആരാധ്യനായ ഏക ദൈവത്തെ മാത്രം ഞങ്ങൾ ആരാധിക്കുമെന്നാണ്, ഞങ്ങൾ അവന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുമെന്നാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെയും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിയുടെയും ഒക്കെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ യഹൂദ ക്രൈസ്തവർ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത മാർഗം സ്വീകരിച്ച ആളുകളാണ്. അവർ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പ്രയാസം കാണിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറഞ്ഞത്, ഈ വേദക്കാരോട് ചോദിക്കാൻ പറഞ്ഞത്, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സമമായ ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്നാണ്. അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അതായത് അല്ലാഹുവെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുക, വലാ നുശ്രിക ബിഹി ശൈഅ, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന്, വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നമ്മളിൽ ചിലരെ അല്ലാഹുവിന് പുറമെ റബ്ബുകളാക്കാതിരിക്കുക എന്ന് സൂറത്ത് ആൽ ഇമ്രാനിലെ 64 ആയത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുവാൻ പാടില്ല എന്നും അള്ളാഹുവിന് യാതൊരു പങ്കുകാരെയും സമന്മാരെയും ഏർപ്പെടുത്തുവാൻ പാടില്ല എന്നാണ്. ഈ കാര്യം പ്രബോധനം ചെയ്യാത്ത ഒരു റസൂലും ഈ ദുനിയാവിലേക്ക് വന്നിട്ടില്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയായിലെ 25 ആയത്തിലൂടെ പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല എന്ന. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ച, ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ ലഭിച്ച വേദക്കാരായ ആളുകൾ അവർ ഒരു എതിർപ്പും കൂടാതെ സ്വീകരിക്കാൻ തയ്യാറാകേണ്ട ഒരു അടിസ്ഥാന വിഷയമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാനം, ഈ തൗഹീദ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആളുകൾ അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നല്ല സ്വർഗം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരിക, അന്ത്യനാളായി കഴിഞ്ഞാൽ വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുമെന്നാണ്. എന്താണത് വിളിച്ചു പറയുന്നത്? എല്ലാ സമുദായങ്ങളും തങ്ങൾ ആരാധിച്ചിരുന്നവയെ പിൻപറ്റിക്കൊള്ളട്ടെ എന്ന്. വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകൾ തുടങ്ങി അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നവർ ആരും നരകത്തിൽ വീഴാതെ ശേഷിക്കുകയില്ല എന്ന്. അങ്ങനെ പുണ്യാത്മാക്കളിലും പാപികളിലും വേദക്കാരിൽ നിന്നുള്ള ശേഷക്കാരിലും അള്ളാഹുവെ മാത്രം ആരാധിച്ചിരുന്ന
ചെയ്യുന്നവർ അവശേഷിക്കുന്ന സമയമായി കഴിഞ്ഞാൽ പിന്നെ യഹൂദികൾ വിളിക്കുമെന്നാണ്. എന്നിട്ട് അവരോട് ചോദിക്കും, മാ കുന്തും തഅ്ബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചിരുന്നത് എന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ യഹൂദികൾ പറയും, അള്ളാഹുവിൻ്റെ പുത്രൻ ഉസൈറിനെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് എന്ന്. അപ്പോൾ അവരോട് പറയപ്പെടും, കദബ്തും, നിങ്ങൾ കള്ളമാണ് പറഞ്ഞത്. മത്തഖദല്ലാഹു മിൻ സ്വാഹിബത്തിൻ വലാ വലദിൻ, അള്ളാഹു യാതൊരു ഇണയെയും സന്തതിയെയും സ്വീകരിച്ചിട്ടില്ല എന്ന് അവരോട് പറയുമെന്ന്. എന്നിട്ട് അവരോട് ചോദിക്കും, ഫമാദാ തബ്ഊൻ, നിങ്ങൾ എന്താണ് കൊതിക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറയും, അള്ളാഹുവേ, ഞങ്ങൾ ദാഹിച്ചു വലഞ്ഞിരിക്കുന്നു, അതിനാൽ നീ ഞങ്ങളെ ഒന്ന് കുടിപ്പിക്കണമേ എന്ന് അവർ പറയും. നിങ്ങൾ വെള്ളത്തിലേക്ക് അടുക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് ആ നരകത്തെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും അങ്ങനെ അവർ ആ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നാണ്. ആ സമയം നരകം മരീചിക പോലെ ആയിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ നരകത്തിന്റെ ചിലതിനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ അവർ ആ നരകത്തിലേക്ക് വീഴുമെന്ന് യഹൂദികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്നത്. അതിനുശേഷം സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതിനുശേഷം നസ്വാറാക്കൾ വിളിക്കപ്പെടുമെന്ന്. എന്നിട്ട് അവരോട് ചോദിക്കും, മാ കുന്തും തഅ്ബുദൂൻ, നിങ്ങൾ എന്തിനെയാണ് ആരാധിച്ചിരുന്നത് എന്ന്. അപ്പോൾ ആ സന്ദർഭത്തിൽ അവർ പറയും, അള്ളാഹുവിൻ്റെ പുത്രൻ അൽ മസീഹിനെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത് എന്ന് ആ ക്രൈസ്തവർ പറയുമെന്ന്. അപ്പോൾ കദബ്തും, നിങ്ങൾ കള്ളമാണ് പറഞ്ഞത് എന്ന് പറയും. മത്തഖദല്ലാഹു മിൻ സ്വാഹിബത്തിൻ വലാ വലദിൻ, അള്ളാഹു യാതൊരു ഇണയെയും സന്തതിയെയും സ്വീകരിച്ചിട്ടില്ല എന്ന്. അതിനുശേഷം അവരോടും ചോദിക്കും, മാദാ തബ്ഊൻ, നിങ്ങൾ എന്താണ് കൊതിക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറയും, അള്ളാഹുവേ, ഞങ്ങൾ ദാഹിച്ച് വലഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ നീ ഒന്ന് കുടിപ്പിക്കണമേ എന്ന് അവർ അള്ളാഹുവിനോട് പറയും. അപ്പോൾ നിങ്ങൾ വെള്ളത്തിലേക്ക് അടുക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് ആ നരകത്തെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും അങ്ങനെ അവർ ആ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുമെന്ന്. ആ സമയം ആ നരകം മരീചിക പോലെയായിരിക്കുമെന്നാണ് സഹോദരങ്ങളെ. ആ നരകത്തിൻ്റെ ചിലതിനെ അടിച്ചു തകർത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവർ ആ നരകത്തിലേക്ക് ചെന്ന് വീഴുന്ന അവസ്ഥയുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, യഹൂദികളായ നസ്വാറാക്കളായ ആളുകൾ അവർക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആ ഒരു യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, പ്രവാചകന്മാർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ ശരിയായ ആദർശത്തിലേക്ക് കടന്നു വരണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അതാണ് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മാനദണ്ഡം. അതല്ലാതെ അള്ളാഹുവിനെ അനുസരിക്കാതെ പ്രവാചകന്മാരെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുപ്പക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ് എന്ന സംസാരമൊന്നും സ്വർഗം ലഭിക്കാൻ കാരണമാവുകയില്ല എന്ന് വളരെ കൃത്യമായിക്കൊണ്ട് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഹൂദികളോ നസ്സാറാക്കളോ ആയവരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന അവരുടെ ഈ വേദക്കാരുടെ വാദം തിൽക അമാനിയുഹും, അത് അവരുടെ വ്യാമോഹം മാത്രമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ പേരിലേക്ക് ചേർത്തുകൊണ്ട് കളവ് പ്രചരിപ്പിക്കുന്ന വേദക്കാരോട് അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ പറഞ്ഞത്, ഹാതു ബുർഹാനക്കും ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 111 ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ആയത്ത് തജ്വീദോടുകൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിൻ്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.